കാണുമ്പോ ഇതൊക്കെ നിങ്ങൾക്ക് വേണമെന്നല്ലേ തോന്നിയത്? തുടക്കം തന്നെ ചവിടോട്ടന്റെ അടുത്താണല്ലോ ഒന്ന് കുടുങ്ങി. ഇന്നത്തെ ദിവസം തന്നെ പോയി. എന്താ തരാതെ പോയി ബുക്കാളതല്ലേ? ഉണ്ണിക്കണ്ണന് ഇപ്പൊ നനച്ച വണ്ടിയൊന്നും കിട്ടിയില്ലേ? നടന്നിട്ടാ പോണു വിജയനെ കാണാൻ. നമസ്കാരം സാർ. ആരപ്പത്? നിസ്കരിച്ചുള്ള നേരൊക്കെ വന്നു വച്ചു കിടന്നു. അയ്യോ സാർ, അതല്ല സാർ, ഞങ്ങൾ പഠിപ്പിന്റെ ഭാഗമായിട്ട് വരികയാണ് സാർ. ഇച്ചാണ് ഈ തീരെ പഠിപ്പില്ല പറഞ്ഞ. സാർ, ഞങ്ങൾ നിങ്ങൾക്ക് ഒരു പുതിയ പ്രൊഡക്റ്റ് പരിചയപ്പെടുത്താൻ വന്നതാണ് സാർ. അത് മറ്റേ മാർക്കിന്റെ ആൾക്കാരല്ലേ? അതെ സാർ. വളത്തിന് പുറത്തിറക്കേ. അതല്ല സാർ, സാറിനെ കാണാൻ വളരെ ബ്യൂട്ടിഫുൾ ആണല്ലോ. അത് ഇടയ്ക്കിടയ്ക്ക് സെയിം പറഞ്ഞു. അതാണ് വൈഫാണോ സാർ? ചൈനത്താ? വേഗം തൂക്കിട്ട് കുടുംബം നാസാക്കി. ഗുഡ് മോർണിംഗ് സാർ. സാറിന് എത്ര ഏജ് ഉണ്ട് സാർ? ഇച്ചൊക്കെ 65 വയസ്സായിക്കും. ഓ മൈ ഗോഡ്, സാറിന് കണ്ട വെറും 40-45 തോന്നിക്കുന്നുള്ളൂ. യെസ് സാർ. സാധനം എന്താ വെച്ചാൽ ഇറക്കിക്കാം. ഞാൻ ഇവിടെ തോൽഞ്ഞാലും പേടില്ല. സിബ് പറയുന്നത് സാർ. ആദ്യമായിട്ട് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് തന്തയുടെ തലയാണ് സാർ. തന്തന്റെ തലേ? അല്ല, നല്ലൊരു തവയാണ് സാർ. ഒന്നും വേണ്ട സാർ. അടുത്തതായിട്ട് പരിചയപ്പെടുത്താം. ഒരു സാധനം കഴിച്ചു. അല്ല, കക്കു. അതെ സാർ, അത് പുറം ചൊറിയുന്നതാണ്. അതെ അതെ, അല്ലാതെ കുൽസുനോട് പറഞ്ഞാലൊന്നും മാന്തി തരൂല. ആ കട നിൽക്കട്ടെ. ഇത് ഏതുവരെ പഠിച്ചു? ഞാൻ +2 സാർ. എന്നാ എനിക്ക് നല്ലൊരു ജോലി കയറാൻ താല്പര്യമുണ്ടോ? അതിന് ഞാൻ കുറെ ഏജൻസിയിലൊക്കെ കയറി ഒരുപാട് പൈസ പോയതാണ് സാർ. എന്നാ എനിക്ക് ₹1 ഫീസ് കൊടുക്കാതെ ജോലിക്ക് സഹായിക്കുന്ന ഒരു ആപ്പ് ഉണ്ട്. സബ്കാന്ന് അതിന്റെ പേര്. നോക്കേ ചെങ്കളെ നമ്മൾ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് സബ്ക എന്നാണ് ഒരു ആപ്പാണ് കേട്ടോ. അപ്പൊ ജോലി ആവശ്യമുള്ളവർക്കും ജോലിക്കാർ ആവശ്യമുള്ളവർക്കും ഈ ആപ്പ് ഉപകാരപ്പെടും. അത് മാത്രമല്ല, ഇത് കേരള സ്റ്റാർട്ടപ്പ് മിഷനിൽ രജിസ്റ്റർ ചെയ്ത കമ്പനിയും കൂടിയാണ്. അപ്പൊ നമ്മൾ ഈ സബ്ക എന്ന് പറഞ്ഞ ആപ്പ് പ്ലേ സ്റ്റോറിലുണ്ട്, ആപ്പിൾ സ്റ്റോറിലുണ്ട്. ഇപ്പൊ തന്നെ ഡൗൺലോഡ് ചെയ്താണ് രജിസ്റ്റർ ചെയ്തോളൂ. കൂടാതെ വെബ്സൈറ്റും ഉണ്ട് കേട്ടോ.